ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കസ്റ്റേർഡ് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇച്ചിരി ഒരു ജ്യൂസി ടൈപ്പൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് നല്ലതുപോലെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാല് അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ പാല് ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ബ്രൂവിൻ്റെയോ നെസ്കഫേയുടെ ഏത് വേണേലും നിങ്ങളുടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ നെസ്കഫേയുടെയാണ് എടുക്കുന്നത്. ഒരു നല്ല കളറും ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിത് കോഫിയായിട്ടും കഴിക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മുട്ടായൊക്കെ ഇല്ലേ, ഡയറി മിൽക്ക് അങ്ങനെയുള്ളൊക്കെ മുട്ടായാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് ചിലപ്പോൾ നട്ട്സൊക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായ ശേഷം അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ചൂടായ ശേഷം വേണം നമുക്കതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ നരച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ അഴുക്കൊക്കെ തരികളൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് പോകും. ഇനി നമ്മൾ കൈയിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ലതുപോലെ കുറുകുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിൽ വെച്ച് പോകരുത്, ചിലപ്പോൾ അത് അടി പിടിച്ച് പോകും. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കുറച്ചുള്ളത് കൊണ്ട് മാത്രം ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്, ഒരു ചോക്ലേറ്റിൻ്റെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലതുപോലെ മെൽറ്റാക്കിയ ശേഷം നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ ഏത് പുഡിങ്ങിനാണ് നമ്മൾ പാത്രം എടുക്കുന്നത് അതിനകത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് കുറേ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒറ്റ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലൊക്കെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരു ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കാൻ അതേ ഒരു ഫീലിംഗ് കൂടിയാണ്. നട്ട്സും ചോക്ലേറ്റും എല്ലാം കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് ചോക്ലേറ്റൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം എടുത്തൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പം നമ്മളിത് ജ്യൂസി രൂപത്തിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കട്ടി വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നട്ട്സും ചോക്ലേറ്റും ഈ ഒരു പുഡിങ്ങും കൂടെ നല്ല അടിപൊളി അപാര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.